നമുക്കറിയാം നേപ്പാളിലായാലും ബംഗ്ലാദേശിലൊക്കെ ആയാലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തുടങ്ങിയ മൂവ്മെന്റ് അങ്ങനെ ജെൻസികൾ ഏറ്റെടുത്തുകൊണ്ട് അധികാരത്തിലിരിക്കുന്നവരെ താഴെയിടുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊരു മൂവ്മെന്റ് ആകുമോ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു ആശങ്ക ഈ ഘട്ടത്തിൽ, ആശങ്കയെന്ന് പറഞ്ഞുകൂടാ, എന്ന് സംശയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത്ര വലിയൊരു പിന്തുണയാണ് കിട്ടുന്നത്. ഒരു മിനിറ്റിൽ 500-ലധികം പേരൊക്കെയാണ് ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യാൻ എത്തുന്നത്. ഒരു അക്കൗണ്ട് പൂട്ടിക്കുമ്പോൾ അടുത്ത അക്കൗണ്ട് തുറക്കുമ്പോൾ അതിനേക്കാൾ വേഗത്തിൽ ആളുകൾ അത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. വിനീത സൂചിപ്പിച്ച ആശങ്ക ഭയന്നിട്ടാണോ എക്സ് അക്കൗണ്ടുകൾക്ക് ബ്ലോക്ക് വീണത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്ഥാപകനടക്കം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അഭിജിത്ത് ദീപ്കി എന്ന് പറയുന്ന ഒരു യുവ സംരംഭകനാണ്. അപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഒക്കെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത ഒരാൾ കൂടിയാണ് ഇത്തരത്തിലൊരു മൂവ്മെന്റിന് തുടക്കമിട്ടത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്തിന് പിന്നാലെയായിരുന്നു ആ തീരുമാനത്തിലേക്ക് എത്തിയത്. അതിനിടയിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി. ആദ്യം അതിന് 5 ലക്ഷം ഫോളോവേഴ്സാണ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് 50 ലക്ഷമാകുന്നു, 1 കോടിയാകുന്നു. ഇന്ന് അത് 1 കോടിയും പിന്നിട്ട് 30 ലക്ഷത്തിലേക്ക് എത്തുന്നു. ആ ഘട്ടത്തിലേക്ക് നമ്മൾ എക്സ് അക്കൗണ്ട് പരിശോധിക്കുകയാണെങ്കിൽ 2 ലക്ഷം ഫോളോവേഴ്സ് ആയിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഉച്ചയോടുകൂടി അതിന് പൂട്ടിടുന്നതായിട്ട് ഉള്ളവര് ഒരു കാര്യം അത് ഈ സ്ഥാപകൻ തന്നെ വ്യക്തമാക്കുന്നത്. ചില ലീഗൽ ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിൽ ഈ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. അവിടെയും അവർ ഭയക്കാൻ തയ്യാറായില്ല. ഈ കാണുന്ന കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പുതിയ അക്കൗണ്ട് അത് രൂപീകരിക്കുകയായിരുന്നു. കോക്രോച്ച് ഈസ് ബാക്ക് രൂപീകരിച്ചിട്ട് ഇപ്പോൾ വെറും 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെന്ന വാർത്ത നൽകുന്ന സമയത്ത് ഇതിന് വെറും 7000 ഫോളോവേഴ്സ് ആണ് ഉണ്ടായത്. ഞാൻ ഇപ്പോൾ എന്റെ ഫോൺ കയ്യിലെടുത്തപ്പോൾ 34,000 ഫോളോവേഴ്സ് ആയിരുന്നു. അതിപ്പോൾ 34,735 ഫോളോവേഴ്സ് എത്തുന്നു. വിനീത, ഇത് 3:20 തുടങ്ങുന്നത്. 3:20 തുടങ്ങി 3:24 നമ്മൾ ഈ വാർത്ത നൽകിയ സമയത്ത് 7000 ഫോളോവേഴ്സ് ആണ് ഉണ്ടായതെങ്കിൽ ഇതെന്റെ കയ്യിൽ ഞാൻ എടുത്ത ടൈമിൽ 33,789 ഫോളോവേഴ്സ് ആയിരുന്നു. ഇപ്പോൾ അത് 34,379. അത് മാറിയിരിക്കുന്നു 35,000 ഫോളോവേഴ്സിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതായത് കോക്രോച്ചിന് എന്താകും ജെൻസി പ്രസ്ഥാനങ്ങളുടെ കാര്യത്തിൽ എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബംഗ്ലാദേശിലെയും നേപ്പാളിലെയും ഒക്കെ കണ്ടതാണ്. ഒരു ഭയത്തേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണോ ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഇപ്പോൾ ഹാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതായിട്ട് അഭിജിത്ത് ദീപ്കി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്താകുമെന്നത് കാത്തിരുന്ന് കാണാം. പാർട്ടികൾക്ക് പിന്നാലെയാണോ യുവാക്കൾ പോകുന്നത്? യുവാക്കൾ ഒരു ചരിത്രം സൃഷ്ടിക്കുമോ, വിപ്ലവം സൃഷ്ടിക്കുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം. വിനീത, ശരി അഭിനന്ദ്, ഫോളോവേഴ്സിന്റെ എണ്ണം നോക്കി വെച്ചോളൂ. നമുക്ക് അടുത്ത വാർത്ത നൽകാനാകുമ്പോഴേക്കും എത്രയായി എന്നുകൂടി അറിയണം. അഭിനന്ദ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. അതിൽ പാലോട് കൂടി ചേരുകയാണ്. അതിൽ ഈ കോക്രോച്ച് ലക്ഷ്യങ്ങൾ ഒരു 4 നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മന്ത്രിസഭയിൽ 50% വനിതാ സംവരണം എന്നൊക്കെ പറയുന്നത് എല്ലാ കാലത്തും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നതാണെങ്കിലും ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ജെൻസികൾക്ക് എന്തും ചെയ്യാം. ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വരെ കഴിയുമെന്നതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇതെങ്ങോട്ടാണ് ഈ പോക്ക് എന്നതാണ് ചോദ്യം. ജെൻസികൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? അതിൽ മുഖമില്ല എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഉറപ്പായും അങ്ങനെ തന്നെയാണ്. 4 ലക്ഷ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ്. പക്ഷേ നേപ്പാളിലും ബംഗ്ലാദേശിലും ഉണ്ടായതുപോലെയുള്ള ഒരു ജനകീയ യുവജന പ്രക്ഷോഭം ഉണ്ടാവുകയും അധികാരികളെയും ഭരണകൂടത്തെയും മറിച്ചിടാനാകുന്ന വിധത്തിലുള്ളൊരു മൂവ്മെന്റായി ഇത് മാറാനുള്ള സാധ്യത കുറവാണ് എന്ന് സ്ഥാപകൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളുണ്ടായിരുന്നു. വിവിധ മാധ്യമങ്ങൾക്ക് ഇതിന്റെ സ്ഥാപക നേതാവ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന അഭിജിത്ത് ദീപ്കെ മറുപടിയും നൽകിയിട്ടുണ്ട്. നേപ്പാളിലും ബംഗാളിലും ഉണ്ടായതുപോലുള്ള ഒരു പ്രക്ഷോഭത്തിന് ഒരു സാധ്യതയും ഇല്ല എന്നാണ് സ്ഥാപകൻ തന്നെ പറയുന്നത്. ഇന്ത്യയിലെ യുവത്വത്തെ ഇങ്ങനെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ച് തന്നെ അപമാനിക്കരുത്. കൃത്യമായ രാഷ്ട്രീയ പക്വതയുള്ള യുവജന വിഭാഗമാണ് ഇന്ത്യയിലുള്ളത്. അവർ രാഷ്ട്രീയ പക്വതയോടുകൂടിയാണ് കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നത്. അധികാരത്തിലുള്ളവരെക്കാൾ രാഷ്ട്രീയ പക്വതയും രാഷ്ട്രീയ ബോധവും വിദ്യാഭ്യാസവും ഉള്ളവരാണ് ഈ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ കോക്രോച്ചുകൾ എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു മൂവ്മെന്റായി മാറാനും ഭരണം പിടിക്കാനുമുള്ള സാധ്യത കാണുന്നില്ല. പക്ഷേ യുവജനങ്ങൾക്കുള്ളിലെ മടുപ്പ്, അതൃപ്തി അത് മാക്സിമം പ്രകടിപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ശരി, അതാണ്. പക്ഷെ അതൊരു ചർച്ചാ വിഷയമാണ് എന്നതാണ്. കൂടുതൽ ആളുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നതുകൂടി ശ്രദ്ധേയമാണ്. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അല്ലെങ്കിൽ കോക്രോച്ച് ഈസ് ബാക്ക് എന്ന അക്കൗണ്ടിന് ഓരോ മിനിറ്റിലും ഫോളോവേഴ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ 1 കോടിയിലധികമൊക്കെ പിന്നിട്ടതാണ്. ഇനിയിപ്പോൾ എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ചർച്ചയാവട്ടെ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളും അതും ചർച്ചയാകട്ടെ. രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ അത് ഏറ്റെടുക്കുന്നതും നല്ലതായിരിക്കുമല്ലോ.